കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. Yes, we got it. നീ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കുന്നു. സൂപ്പർ തിങ്കിങ്. You are really brilliant. അയ്യോ, ഞാനല്ല ബ്രില്യന്റ്, ഇയാളുടെ ചേട്ടനാ. ഇയാളുടെ ചേട്ടൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേ ഉള്ളൂ. ഇപ്പൊ ഇവിടെയുള്ള ഈ വേല് തന്റെ ചേട്ടനായിരിക്കും ഇവിടെ വെച്ചിട്ടുണ്ടാവുക. What? യെസ്, തന്റെ ചേട്ടനാണ് ഇവിടെ വേല് വെച്ചെന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. ആഹാ, ഡൗട്ടല്ല, തന്റെ ചേട്ടൻ തന്നെ ഇത് ചെയ്തത്. എന്റെ ചേട്ടനായിരിക്കുമെന്ന് നിനക്കെങ്ങനെ പറയാൻ പറ്റും? ഈ നാടിന്റെ ചുറ്റുപാട് ഇയാളുടെ ചേട്ടന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഈ വേല് മറ്റാരും എടുക്കാതിരിക്കാൻ വേണ്ടി ഇതിവിടെ പ്രതിഷ്ഠ നടത്തി സ്വയം പുറത്തു വന്നതാണെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചു. ഇയാളുടെ ചേട്ടൻ പ്രതിഷ്ഠ നടത്തിയില്ലെങ്കിൽ വേല് ഒരു സ്ഥലത്തും പ്രതിഷ്ഠ മറ്റൊരു സ്ഥലത്തും എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? അന്ന് ഇയാളുടെ വീട്ടില് ഈ വേലിയനല്ലേ കണ്ടെന്ന് പറഞ്ഞത്? ഈ ഡയറിയിലുള്ള വേലി തന്നെയാ ഇപ്പൊ നമ്മൾ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ വേലിനും ഇയാളുടെ ചേട്ടനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. എന്റെ മനസ്സ് പറയുന്നു ഇയാളുടെ ചേട്ടൻ സേഫായിട്ട് എവിടെയുണ്ട്. സേഫ് ആയിരുന്നെങ്കിൽ ഏട്ടൻ പറഞ്ഞുമായിരുന്നല്ലോ. വീട്ടിലേക്ക് വരാതെ ഏട്ടൻ എങ്ങോട്ട് പോയത്? എന്ത് ചെയ്യായിരിക്കും? ഒരുപക്ഷെ ചേട്ടന് വരാൻ പറ്റാത്തൊരു സ്ഥലത്താണെങ്കിലോ? ഇയാളുടെ ചേട്ടൻ മരിച്ചു എന്നതിന് യാതൊരു തെളിവും ഇതുവരെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇയാളുടെ ചേട്ടൻ ജീവനോടെയുണ്ട്. ജീവനോടെ ഉണ്ടായിട്ട് പോലും അദ്ദേഹം വരുന്നില്ല. ഇതുവരെ അദ്ദേഹത്തെ ആരും കണ്ടിട്ടുമില്ല. There must be something wrong. That's some reason behind it. എന്താ റീസൺ? പോയിന്റ് നമ്പർ 1, ഇയാളുടെ ചേട്ടന് മാനസിക പ്രശ്നങ്ങളുണ്ടായി ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവണം. താൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഞാനൊന്ന് കണക്ക് കൂട്ടിയപ്പോ തന്റെ ചേട്ടൻ വളരെ ബുദ്ധിശാലിയാ. എന്നുവെച്ചാ ഹി ഈസ് മെന്റലി സ്ട്രോങ്. സോ അങ്ങനെ ഒരു പ്രശ്നം വന്നു പോവാൻ ഒരു ചാൻസും ഇല്ല. പോയിന്റ് നമ്പർ 1 റൂൾഡ് ഔട്ട്. പോയിന്റ് നമ്പർ 2, ഏതോ ഒരു കാരണത്താല് ആരുടെയും കണ്ണിൽ പെടാതെ എങ്ങോട്ടെങ്കിലും പോയതായിരിക്കാം. ഇയാളുടെ ചേട്ടൻ മെന്റലി സ്ട്രോങ് മാത്രമല്ല, നല്ല ധൈര്യമുള്ള ആളുകൂടിയാ. അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് ആർക്കും അറിയാതെ ഇവിടുന്ന് ഒളിച്ചോടി പോകുന്ന ഒരു ടൈപ്പും അല്ല. അങ്ങനെ ഒളിച്ചോടി പോകേണ്ട ആവശ്യമൊന്നും അദ്ദേഹത്തിനില്ല. സോ പോയിന്റ് നമ്പർ 2 റൂൾഡ് ഔട്ട്. പോയിന്റ് നമ്പർ 3, ഇയാളുടെ ചേട്ടൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടി മറ്റാരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിരിക്കാം. ഇയാളെന്ന് പറഞ്ഞ ഇയാളുടെ ചേട്ടൻ ജീവന. അങ്ങനെയുള്ള ഇയാളോട് പോലും പറയാത്ത രഹസ്യം വേറെ ആരോടും പറയാനും ചാൻസ് ഇല്ല. ഇനിയിപ്പോ തന്റെ ചേട്ടന്റെ ജീവൻ പോയാലും എന്തായാലും ആ രഹസ്യം തന്റെ ചേട്ടൻ മറ്റുള്ളവരോട് തുറന്നു പറയാൻ ഒരു ചാൻസും ഇല്ല. ആ രഹസ്യം എന്താണെന്നറിയുന്നത് വരെ തന്റെ ചേട്ടൻ അവർ കൊല്ലില്ല. സോ ഇയാളുടെ ചേട്ടൻ ജീവനോടെ തന്നെയുണ്ട്.
എന്റെ ഏട്ടൻ ജീവനോടെ ഉണ്ടാവുന്ന തന്നെയാ എന്റെ വിശ്വാസം. ആ വിശ്വാസത്തിന് നീ ജീവൻ തന്നിരിക്കുന്നത്. താങ്ക് യു അർജുൻ, താങ്ക് യു സോ മച്ച്. Thank you so much. ഇനിയൊരു കാര്യം പറയട്ടെ. ഇയാളുടെ ചേട്ടനെ കണ്ടുപിടിക്കാനായിട്ട് എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടോ, അതുപോലെ തന്നെ ഇയാളുടെ ചേട്ടൻ ഇയാളെ കാണാനായിട്ടും അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. യെസ്, 2 ദിവസം മുമ്പ് ഇയാളുടെ ചേട്ടന്റെ ശബ്ദം കേട്ടു എന്ന് ഇയാൾ പറഞ്ഞില്ലേ? ഉറപ്പായിട്ടും ഇയാളുടെ ചേട്ടൻ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഇയാൾ തന്റെ ചേട്ടനെ കാണുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കിഡ്നാപ്പ് ചെയ്തവര് അദ്ദേഹത്തെ കൊണ്ട് വീണ്ടും അവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അർജുൻ, നീ എന്താ ഇപ്പൊ ആലോചിക്കുന്നത്? ഇയാളുടെ ചേട്ടൻ എന്തിനു വേണ്ടി ഈ വേലിവിടെ വെച്ചു എന്നുള്ളത് ആലോചിക്കുന്നത്. ഇതിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടായിരിക്കണം. അതെന്താണെന്നാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. ശരി, വാ. ഇനി അധികം അവിടെ നിൽക്കുന്നത് ശരിയല്ല. എന്തിനാ അടിക്കുന്നത്? എന്തിനാ കയറടിക്കുന്നത്? എവിടെ കൊണ്ടുപോകാൻ പോവും എന്നെ? നിങ്ങളോട് ചോദിച്ചത് പറയാൻ. പറയൂ. എന്തിനാ കയറടിക്കുന്നതെന്ന്? എന്തിനാ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത്? എവിടെയൊക്കെ കൊണ്ടുപോകുന്നത്? പറയാ. നിങ്ങളോടാ ചോദിക്കുന്നത്, പറയാൻ. Hello, Aditya. How are you? എത്ര തന്നെ ചോദിച്ചാലും നീയൊന്നും പറയില്ലല്ലോ. എത്ര തന്നെ പേടിപ്പിച്ചാലും നീ പേടിക്കുകയില്ലല്ലോ. 2 വർഷമായിട്ട് ഒരേ ഡയലോഗ് തന്നെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. സാക്ഷാൽ ശ്രീ മുരുകന് തന്നെ നിന്നോട് പുച്ഛം തോന്നുന്നുണ്ട്. അതേ ശ്രീ മുരുകൻ തന്നെ എന്താ കാണണോ?
വിഗ്രഹത്തിലെ വേലെങ്ങോട്ട് പോയി? എനിക്കെങ്ങനെ അറിയാം? കറക്റ്റ് ആയിട്ട് നീ ഇത് തന്നെ പറയുന്ന എനിക്ക് അറിയായിരുന്നു. ഞാൻ ഊഹിച്ചത് തന്നെ നീ പറഞ്ഞു. ഗുഡ്. ശ്രീ മുരുകനെ പറ്റി നീ എന്നോട് പറഞ്ഞതുകൊണ്ട് ആ വിഗ്രഹത്തിലുണ്ടായിരുന്ന വേൽ എവിടെയുണ്ടെന്ന് നിനക്ക് എന്തായാലും അറിയായിരിക്കും. അത് എവിടെയുണ്ടെന്ന് പറഞ്ഞേ? ഒന്ന് മടിക്കാതെ പറയുന്നേ പ്ലീസ്. എന്നോട് പറയില്ലേ പ്ലീസ്? ഇങ്ങനെ കെഞ്ചിയാ പോലും നീ എന്നോട് പറയില്ലെന്ന് എനിക്കറിയാം. എല്ലാം അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ നിന്റെ സമയം വെറുതെ കളയുന്നത്? ഈ വിഗ്രഹം നാഗപുരത്തുനിന്ന് കിട്ടിയ സ്ഥിതിക്ക് ഉറപ്പായും ഈ വിഗ്രഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വേല് നാഗപുരത്ത് തന്നെ ഉണ്ടാവും. Am I right? എനിക്കറിയാം, സത്യമായിട്ട് നീ ഭയങ്കര ബ്രില്യന്റ് ആണ്. നിന്റെ ബ്രില്യൻസ് എന്താന്ന് ഞാൻ പറയട്ടെ. എല്ലാ നാടിനും 4 ദിശയുണ്ടാകും. വടക്ക് ദിശയിൽ ശ്മശാനം ഉള്ളതുകൊണ്ട് അവിടെ എന്തായാലും വേല് കാണാൻ സാധ്യതയില്ല. തെക്ക് ഭാഗത്ത് യമന്റെ ദിക്കായതുകൊണ്ട് അവിടെയും കാണാൻ സാധ്യതയില്ല. കറക്റ്റ് അല്ലേ? കിഴക്ക് വശത്ത് മലനിരകളുണ്ട്. അതുവഴിയാണ് എല്ലാരും സഞ്ചരിക്കുന്നത്. എല്ലാവരും അതുവഴി സഞ്ചരിക്കുന്നത് കൊണ്ട് അവിടെ ഉണ്ടാവാൻ വഴിയില്ല. ഇനി ബാക്കിയുള്ളത് പടിഞ്ഞാറാണ്. എന്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് 100% ആ വേല് പടിഞ്ഞാറ് ദിക്കിൽ തന്നെ ഉണ്ടാവും. ശരിയല്ലേ? വെസ്റ്റ്. എന്താ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണോ സയന്റിസ്റ്റ്? നീ ഒളിപ്പിച്ചു വെച്ചത് എനിക്ക് ആവശ്യമായിരുന്നത് ആ വേലിന്റെ അടിയിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ കണ്ടുപിടിച്ചല്ലോ. നിന്റെ കണ്ടെത്തലിന് ഹാർട്സ് ഓഫ്. ആ വേലെവിടെയാണെന്ന് നീ കണ്ടുപിടിച്ചോ? ശരി തന്നെ. ഞങ്ങളെന്തോ ഒളിപ്പിച്ചിരിക്കുന്നെന്ന് കരുതിയിരിക്കുകയല്ലേ? അങ്ങനെയല്ലേ? അതെന്റെ ഊഹമൊന്നുമല്ല. നീ അത് അവിടെ തന്നെ ഒളിപ്പിച്ചിരിക്കുന്നേ. എനിക്കതറിയാം. ആ വേല് ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നല്ലേ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ആ വേല് താനെ വന്നാണെന്ന് അവിടെയുള്ളവർ വിശ്വസിച്ചിരിക്കുന്നത്. 2 നാൾ കഴിയുമ്പോ സുബ്രഹ്മണ്യ ഷഷ്ഠി വരികയാണ്. അപ്പോഴേക്കും ശിലയെ പ്രതിഷ്ഠിക്കാനുള്ള ജോലി തുടങ്ങിയിട്ടുണ്ടാവും. ഈ അവസരത്തിൽ നീ അവിടെ പോയി എന്തെങ്കിലും ചെയ്താല് ജനങ്ങൾ നിന്നെ തല്ലില്ല, കൊന്നുകളയും. ഷഷ്ടിക്ക് ഇനിയും 2 ദിവസം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? എനിക്ക് അത്രയും സമയം മതി. ഇന്ന് തന്നെ അവിടെ പോയി ആ വേലിന്റെ അടിയിൽ നോക്കാം. ഏയ്, ഇവരെ കെട്ടിയിടറാ. ഞാൻ
ഞാൻ ഒളിപ്പിച്ചു വെച്ചത് പുറത്തു വരാൻ പാടില്ല. എങ്ങനെയെങ്കിലും അത് തടഞ്ഞേ പറ്റൂ. വരം തരേണ്ടിയിരുന്ന നീ തന്നെ. എനിക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്നെ അനുഗ്രഹിക്കേണ്ട നീ ഇങ്ങനെ എന്നെ വഞ്ചിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതിൽ അല്പമെങ്കിലും ന്യായമുണ്ടോ? നീ എനിക്ക് എല്ലാ വിധത്തിലും വിജയം തന്നതുകൊണ്ടാ ഞാൻ നിന്നെ അത്രമാത്രം കുമ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എത്രയോ വർഷങ്ങളായി ഞാൻ ജലപാനം പോലും ഇല്ലാതെ ഉപവാസത്തിലായിരുന്നു. അതിന് നീ എനിക്ക് തന്ന ഫലം തോൽവിയാണല്ലേ? നീ എനിക്ക് തന്ന പ്രസാദവരത്തെ നിന്റെ മകൻ തന്നെ വന്ന് തടുക്കുകയായിരുന്നു. എന്നിലുള്ള മഹിമയും ശക്തിയും പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ അതെനിക്ക് തന്ന നീയും തോറ്റതുപോലെ തന്നെയാണ്. എന്റെ തോൽവി നിന്റെയും കൂടി തോൽവിയല്ലേ? അനുകൂലമല്ലാത്ത ഫലവും, വിശപ്പിനെ തീർക്കാത്ത അന്നവും, മോശം ലഭിക്കാത്ത മുക്തിയും, ബഹുമാനമില്ലാത്ത ഭക്തിയും, വിജയം നേടിത്തരാത്ത യുക്തിയും, മഹിമയില്ലാത്ത ശക്തിയും, ഇവയെല്ലാം തന്നെ ദാഹം തീർക്കാത്ത ജലത്തിന് തുല്യമാണ്. ഞാൻ ഉപവാസം ഇരുന്ന് നേടിയെടുത്ത ഈ ശക്തി എനിക്ക് പോലും പ്രയോജനപ്പെട്ടില്ല എങ്കിൽ ഇനി ഞാൻ ജീവനോടെ ഇരിക്കുന്നതിൽ കാര്യമില്ല. എന്റെ ജീവിതം തന്നെ നിനക്ക് സമർപ്പിച്ചതുപോലെ എന്റെ ജീവനും ഞാൻ നിനക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. ഇതാ സമർപ്പിക്കാൻ പോകുന്നു. ഹരിത വിശ്വംഭരി, ആത്മഹത്യ എന്നത് പാപമാണെന്ന് നിനക്ക് അറിയാത്തതാണോ? തോറ്റുപോയ നാണക്കേട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയത്. ഇനിയും ഞാൻ നിനക്ക് പൂജ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണമെന്നാണോ? ജീവനോടെ ഇരുന്നിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറയൂ. മരണം കൊണ്ട് നിനക്ക് എന്താണ് പ്രയോജനം? നീ ശക്തിയുടെ സ്വരൂപമല്ലേ? നീതി ന്യായവും ഒക്കെ പറയാൻ കഴിയും. ശക്തി ഉപയോഗിക്കാൻ കഴിയാത്തൊരാള് ജീവനോടെ ഇരുന്നിട്ട് എന്ത് പ്രയോജനമുണ്ടാകാനാണ്? പറയൂ മാതേ, പറയൂ. നിരന്തരമായ വിജയം വേണമെന്ന് ആവശ്യപ്പെട്ടാൽ കാലചക്രത്തിനെതിരായതെന്നും കാലധർമ്മത്തിനെതിരായതെന്നും എന്നെ തിരുത്താൻ ശ്രമിക്കുന്നു. എങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് നടക്കാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുന്നു. പറയൂ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. പറയൂ അമ്മേ. യമൻ തന്നെ വന്ന് മാർക്കണ്ഡന്റെ ഉയരെടുക്കാൻ ശ്രമിച്ചാലും യമനെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ആ മാർക്കണ്ഡന്റെ ആഗ്രഹം മാത്രം നിറവേറും. ആ ആഗ്രഹം നടക്കാൻ പാടില്ല എന്നാണോ? അതിനൊരു പ്രതീക്ഷയുണ്ടാകില്ലേ? അത് നിറവേറില്ല എന്നാണോ? അവൾക്ക് മാത്രമാണല്ലോ അരുളപ്പാടുണ്ടായത്. എന്തുകൊണ്ട് എനിക്ക് അരുളപ്പാടുണ്ടായില്ല? എന്തിനാണ് പ്രയോജനമില്ലാത്ത ഈ വാദം? അവളുടെ ഭക്തിക്ക് എന്തുമാത്രം ശക്തിയുണ്ടെന്ന് എനിക്കറിയില്ല. എത്രമാത്രം ബലമുള്ളതാണെന്നും എനിക്കറിയില്ല. എന്റെ ഭക്തി സത്യമാണെന്ന് തെളിയിക്കുന്നതിനായി നിന്റെ മുന്നിൽ എന്റെ തലയെ വെട്ടി നിന്റെ കാൽ കീഴിൽ വെക്കണോ? ഞാനത് ചെയ്യണമെങ്കിൽ പറയൂ. ആരിത് വിശ്വംഭരി? അവളായിരുന്നാലും നീയായിരുന്നാലും വേറെ ആരായിരുന്നാലും ശരി, ഭക്തജനങ്ങളുടെ ഭക്തിക്ക് എല്ലാ ദൈവങ്ങളും അടിമകളാണ്. പക്ഷേ നീ ഒന്നും ഭക്തി കൊണ്ട് നേടണമെന്നല്ല ആഗ്രഹിക്കുന്നത്. ഭക്തി ആയുധമായി എടുത്ത് സകലതും നേടാനാണ് ആഗ്രഹിക്കുന്നത്. നിനക്കെല്ലാ വരങ്ങളും ലഭിച്ചിരുന്നാൽ കൂടെ ഈ ലോകത്തെ മുഴുവനും നിന്റെ കാൽച്ചുവട്ടിലാക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്. അത് നിന്റെ അത്യാഗ്രഹമാണ്. അതുകൊണ്ട് നാം പറയുകയാണ്, നിന്റെ ആഗ്രഹം ഒരിക്കലും സാധിക്കുകയില്ല, ഒരിക്കലും സാധിക്കുകയില്ല, ഒരിക്കലും സാധിക്കുകയില്ല.